എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ. ഒരു കറികളും ഒന്നും കൂടാ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഗോതമ്പ് പുട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ ഗോതമ്പ് പുട്ട് ഇഷ്ടമില്ലാത്തവരുണ്ട്. അവരും കൂടെ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയിലാണ് ഈ ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 4-5 മിനിറ്റ് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്തുമാത്രം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 4-5 മിനിറ്റ് എന്തായാലും ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കണമേ. ആ പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. ഇപ്പം ഗോതമ്പ് പൊടി ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് ഇത് പാനിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പുട്ടുപൊടിയുടെ അളവാണ് ഞാനീ പറയുന്നത്. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ചേർത്ത് കൊടുത്ത ശേഷം ഇതിനെ നല്ലതായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. എല്ലായിടത്തും, അതായത് ആ പൊടിയുടെ എല്ലായിടത്തും ഈ പാലും അതുപോലെ തന്നെ നെയ്യും ഒന്നെത്തത്തക്ക വിധത്തിൽ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയാലുണ്ടല്ലോ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഗോതമ്പ് പുട്ട് തന്നെയാണ്. ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഗോതമ്പ് പുട്ട് തന്നെയാണ്. ഞങ്ങളിതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പുട്ടിൻ്റെ റെസിപ്പി തന്നെയാണ്. ഞാൻ ഈ ഗോതമ്പ് പൊടി എല്ലാം യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലേ ഇതിപ്പോൾ ഇരിക്കത്തുള്ളൂ കേട്ടോ. നമുക്കിനിയും കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എങ്കിലേ ഇതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനിയും ഞാൻ ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3-4 കഷ്ണം തേങ്ങാക്കൊത്താണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനിയും, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് പുട്ടൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഞാനിങ്ങനെ വെള്ളം ഒരുപാട് ഒഴിച്ച് കുഴയ്ക്കാറില്ല. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. 2 ഐസ് ക്യൂബ്, ഇത്രയും പൊടിക്ക് ഞാൻ 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുതായി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഐസ് ക്യൂബിന് പകരം കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെയൊന്ന് യോജിപ്പിച്ചെടുത്താലും മതി കേട്ടോ. മിക്സിയുടെ ജാറിൽ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ പൊടിച്ചെടുത്ത് കഴിയുമ്പം അതിൻ്റെ സൈഡിലൊക്കെ പറ്റി കുറച്ച് കഷ്ണങ്ങളായിട്ട് തന്നെ ഇരിക്കും, നമുക്ക് കാണാൻ പറ്റും ഗോതമ്പ് മാവ്. ഇത് നമുക്ക് ഒന്നുകൂടെ ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് പൾസ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വീണ്ടും നമുക്ക് പൊടിഞ്ഞ് കിട്ടുമേ. കണ്ടല്ലോ, ഞാനിപ്പോൾ അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ട കെട്ടാതെ തന്നെ നല്ല ഒരു ഗോതമ്പ് പൊടി നമുക്ക് നനച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൈക്കകത്ത് ഒരുപാട് കുഴച്ചെടുക്കുമ്പോൾ അഴുക്കാവുകയോ ഒന്നുമില്ല. കാരണം ഗോതമ്പ് പൊടി നമുക്ക് നനച്ചെടുക്കാൻ ഒരു ഇച്ചിരി ടാസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഒരു പ്രയാസമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഈ ഒരു രീതിക്ക് ഞാനിപ്പം കാണിച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു രീതിക്ക് തന്നെ പൊടി നനഞ്ഞിരിക്കണം. ഇനിയും ഇതിലേക്ക് നമുക്ക് 2-3 കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാൻ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വേണ്ടവർക്ക് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ തിരുമിയത് 1 ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ രീതിക്ക് തന്നെ ഒന്ന് ഗോതമ്പ് പൊടി വെച്ച് ഗോതമ്പ് പുട്ടൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. പഞ്ചസാരയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അല്ലാതുള്ള ബാക്കി സ്റ്റെപ്പുകളെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഐസ് കട്ട ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കുന്നതിന് പകരം കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഐസ് കട്ടയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ പരുവത്തിൽ നനഞ്ഞ് കിട്ടുകയും ചെയ്യും. ഒട്ടും കട്ട കെട്ടാതെ തന്നെ നനഞ്ഞ് കിട്ടും. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ്.
തയ്യാറാക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ പുട്ടുകുറ്റി അതിലേക്ക് ഇറക്കി വെക്കാവൂ. അന്നേരമേ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറായി കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കണ്ടല്ലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് തന്നെ നമുക്ക് തയ്യാറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി തന്നെ കേട്ടോ. എല്ലാവരും ഈ രീതിക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു കറികളുടെയും ആവശ്യം ഇതിനില്ല. അല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഗോതമ്പൂട്ടിൻ്റെ റെസിപ്പി തന്നെയാണ്. നെയ്യൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറുമാണ്, ഒരു സോഫ്റ്റുമാണ് പുട്ടിന് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എല്ലാവരും മടിക്കാനുള്ളൊരു കാരണം ഗോതമ്പൂട്ട് തയ്യാറാക്കാൻ നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന പാടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.